ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞിന് ജനിച്ച ശേഷം ഓരോ മാസത്തിലും വേണ്ട തൂക്കം എത്രയാണ് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെയും അമ്മമാർക്ക് ഒരുപാട് സംശയമുള്ളതായി കണ്ടു. എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. പൊതുവെ നമ്മൾ പറയുന്നത് കുഞ്ഞിന് ജനിച്ച ശേഷം ആദ്യ 6 മാസത്തിൽ ജനിച്ച വെയിറ്റിൻ്റെ ഇരട്ടിയും 1 വയസ്സാകുമ്പോൾ 3 ഇരട്ടിയും 2 വയസ്സാകുമ്പോൾ 4 ഇരട്ടിയും വെയിറ്റാണ് നോർമലായി വേണ്ടത് എന്നാണ്. എന്നാൽ ഒരു ആവറേജ് കണക്ക് എങ്ങനെയാണ് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാമെന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ക്ഷേമ, ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജനിച്ചത് മുതൽ ആവറേജ് തൂക്കം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ആദ്യമായി നോക്കാം. ആദ്യമായി ഇതിന് ചെയ്യേണ്ടത് ജനിച്ച വെയിറ്റ് നിങ്ങൾ കിലോഗ്രാമിൽ നിന്നും ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് കുഞ്ഞ് ജനിച്ചത് 3 കിലോ ആയിട്ടാണെങ്കിൽ അത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3000 ഗ്രാമാണ്. ഈ സമയത്ത് അതിനായി ആദ്യം ചെയ്യേണ്ടതാണ് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഇനി കുഞ്ഞിൻ്റെ ഗ്രാമിലുള്ള തൂക്കത്തോടൊപ്പം ഓരോ മാസവും എത്രയാണ് കൂടേണ്ടത്, ഇങ്ങനെയാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ആദ്യ മാസത്തിൽ കുഞ്ഞിന് വേണ്ടത് ജനിച്ച തൂക്കത്തോടൊപ്പം 900 ഗ്രാം കൂടിയാണ്. രണ്ടാമത്തെ മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബർത്ത് വെയിറ്റിനോടൊപ്പം 1800 ഗ്രാം ആണ് കൂട്ടേണ്ടത്. 3 മാസമാകുമ്പോൾ കുഞ്ഞിന് ജനിച്ച തൂക്കത്തോടൊപ്പം 2700 ഗ്രാം ആണ് ആവറേജ് വെയിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. 4 മാസമാകുന്ന സമയത്ത് ബർത്ത് വെയിറ്റിനോടൊപ്പം 3300 ഗ്രാം ആണ് കൂടേണ്ടത്. 5-ാം മാസത്തിൽ കുഞ്ഞിന് ബർത്ത് വെയിറ്റിനോടൊപ്പം 3900 ഗ്രാം ആണ് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 6-ാം മാസം എത്തുമ്പോഴേക്കും കുഞ്ഞിന് ബർത്ത് വെയിറ്റിനോടൊപ്പം 4500 ഗ്രാം ആണ് വേണ്ടത്. അതായത് കുഞ്ഞിന് ജനിച്ചപ്പോൾ 3 കിലോ ആണ് ഉള്ളതെങ്കിൽ കുഞ്ഞ് 6 മാസമാകുമ്പോഴേക്കും ഏകദേശം 7500 ഗ്രാം അല്ലെങ്കിൽ 7.5 കിലോയോളം വരിക എന്നതാണ് കറക്റ്റായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി 7 മാസമാകുന്ന സമയത്ത് കുഞ്ഞിന് ബർത്ത് വെയിറ്റിനോടൊപ്പം 4950 ഗ്രാമാണ് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നത്. 8-ാമത്തെ മാസമാകുമ്പോഴേക്കും ബർത്ത് വെയിറ്റിനോടൊപ്പം ഏകദേശം 5400 ഗ്രാം ആണ് കൂടുന്നത്. 9-ാം മാസത്തിൽ കുഞ്ഞിന് ബർത്ത് വെയിറ്റിനോടൊപ്പം 5850 ഗ്രാം ആണ് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നത്. 10-ാം മാസമാകുമ്പോഴേക്കും ബർത്ത് വെയിറ്റിനോടൊപ്പം 6300 ഗ്രാമും 11 മാസത്തിൽ ബർത്ത് വെയിറ്റിനോടൊപ്പം 6750 ഗ്രാമും കൂടേണ്ടതാണ്. ഇനി 1 വയസ്സാകുന്ന സമയത്ത് കുഞ്ഞിന് ബർത്ത് വെയിറ്റിൻ്റെ ഒപ്പം 7200 ഗ്രാം ആണ് കൂടേണ്ടത്. അതായത് ജനിച്ചപ്പോൾ കുഞ്ഞ് 3 കിലോ ആണെങ്കിൽ 1 വയസ്സാകുന്ന സമയത്ത് കുഞ്ഞിന് ഏകദേശം 10200 ഗ്രാം, അതായത് 10.2 kg ആണ് വേണ്ടത്. ഇത് ഒരു ആവറേജ് വെയിറ്റ് കണക്കാക്കാനായിട്ട് അമ്മമാരെ സഹായിക്കുന്ന ഒരു കണക്ക് കൂട്ടലാണ്. ഇതിന് വ്യത്യാസങ്ങളും വരാം. ഇത് കൂടുവാനും കുറയാനും സാധ്യതയുണ്ട്. എന്നാലും ഒരു ആവറേജ് കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് ഗ്രാമിൽ തന്നെ നോക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് അറിയാനായിട്ട് ഗ്രോത്ത് ചാർട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് WHO റെക്കമെൻഡ് ചെയ്ത ഹൈറ്റും വെയിറ്റും വരുന്ന ഗ്രോത്ത് ചാർട്ട് അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചത് കുഞ്ഞിൻ്റെ ബർത്ത് വെയിറ്റ് അനുസരിച്ച് എങ്ങനെയാണ് 1 വയസ്സ് വരെ വെയിറ്റ് കണക്കാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എന്നാൽ ഇത് ആവറേജ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ആണ്. കുഞ്ഞിൻ്റെ ജനനഭാരം 2.5 കിലോ മുതൽ 3.5 കിലോ ആകുന്നതാണ് നോർമൽ ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. 2.5 കിലോയിൽ കുറവാണെങ്കിൽ ഇത് അണ്ടർ വെയിറ്റ് എന്നും പ്രീ ടൈം ബേബി എന്നും കണക്കാക്കുന്നു. എന്നാൽ 3.5 കിലോയിൽ കൂടുതലാണെങ്കിൽ ഇത് ഓവർ വെയിറ്റ് ബേബി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നീടുള്ള കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ്, ഫോർമുല ഫീഡിങ്, കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം, ഓവറോൾ ആക്ടിവിറ്റി, അമ്മയുടെയും അച്ഛൻ്റെയും ജനറ്റിക്സ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ആവറേജ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് കണക്കാക്കാനായിട്ടാണ് ഇന്നത്തെ മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കൂടുതലായിട്ട് ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ എത്ര ഭാരമാണ് ഉണ്ടായിരുന്നതെന്ന് കമൻസിൽ പറയാവുന്നതാണ്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്